വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 3 Roses YouTube ചാനലിലേക്ക് സ്വാഗതം. It's me Aina Sunil. It's me Amaya Sunil. It's me Anita Sunil. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിലെ പുതിയതായിട്ടൊരു വീട് മേടിച്ചതിന് പാല് കാച്ചിലായിരുന്നു ഇന്നലെ. അപ്പൊ ഇന്ന് അതിന്റെ ചുറ്റും ഒരു തോട്ടമാണ്, റബ്ബർ തോട്ടമുണ്ട്. അതിത്തിരി കുന്നുപോലെ കയറി വലിയ തോട്ടമാണ്. അപ്പൊ നമുക്ക് അതിന്റെ അറ്റം കാണലാണ് ഇന്നത്തെ പരിപാടി. വലിയ തോട്ടമാണ്. പിന്നെ അതിന്റെ മേലെ കാടാണ്. അപ്പൊ അതിന്റെ അറ്റം കാണലാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എന്താ കാട് ഇതിപ്പോ ഞാൻ എങ്ങനെ കേറുന്നത്? ശിവകാണ്ടി മുത്തപ്പാ ഒരാളോടി, രണ്ടാമത്തോളോട് ഓട്, മൂന്നാമത്തോളം ഓടി. ഓക്കെ ഗൈസ്, ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട് എന്ന് വെച്ചാ ഇവിടെ മാന്, മുയല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മയില് ഗൈസ്, ഇവിടെ എന്തൊക്കെയുണ്ട് വെച്ചാ മാന്, പിന്നെ മലമ്പാമ്പുണ്ട്, മയിലും കുരങ്ങന്മാരും ഇവിടെ ഉണ്ട്. ഗൈസ്, ഇവിടെ പന്നികൾ കൂടുതലാണ്. അപ്പൊ രാത്രിയൊക്കെ പന്നി വരുന്നാ പറയണത്. നിറയെ കുഴികളൊക്കെ ഉണ്ട്, പന്നി വന്ന് കുഴിച്ച കുഴികളാന്ന് പറയുന്നത്. അപ്പൊ ഒരു കുഴിയാണ് ഇത്. മണ്ണിട്ടിട്ടുണ്ട്. എപ്പ പണിയും പക്ഷെ എന്റെ മേൽക്കറുന്നത് എപ്പ പണി എന്റെ ഉള്ളിലേക്ക് വീഴാം. അത്രേ ഉള്ളൂ കുഴപ്പം. ബാക്കി ഗൈസ്, ഇതാണ് നമ്മള് മേലെ കയറാൻ തുടങ്ങുകയാണ്. ഇതാണ് ഇത്ര കാട്. നമ്മുടെ ഇത്രയും പോണം. അതിന്റെ മേലെ പകുതി വെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് നടക്കാനുണ്ട്. നമുക്ക് കയറാൻ തുടങ്ങാം. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക തരം ചെടിയാണ്. എന്താ ചെടി എന്നൊന്നും അറിയില്ല. കാര്യം മാറ്റേ നന്നായി കാണാൻ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ പേരറിയണമെങ്കിൽ കമന്റ് ചെയ്യട്ടാ. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമാണല്ലോ. അതിന്റെ ഇടയില് ഒരു വലിയ പ്ലാവുണ്ട്. അതിന്റെ ചുറ്റും നല്ല പാറക്കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോളി. എന്താ സംഭവം? ഇതെങ്ങനെ വന്നു ഇവിടെ? എനിക്കറിയില്ലേ. എന്തായാലും കേറാം, അല്ലാണ്ട് വഴിയില്ല. ഗൈസ്, ഇവിടെ വന്നപ്പോ പാമ്പ് പറ്റും. അത് 1-2 ഒന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ പാമ്പുണ്ടോന്നോലെ. എനിക്കത് കണ്ടിട്ട് എന്റെ ഇവിടെ പാമ്പുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പൊതിച്ചു പോവാമായി. അങ്ങനെ നമ്മൾ പുതിച്ചു പോയില്ല. ഇന്ന് തിരുവോണമായതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് കേറാം. ഗൈസ്, ഇത് കണ്ടില്ലേ? ഒരു മരം പുഴങ്ങി വീണേന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അടുത്തൊരു മരം. എന്താ ചെയ്യാ? എന്നിട്ടില്ലേ, ഇതാ അടുത്തൊരു മരം. ഇത് അടുത്തൊരു കുഴിയാണ്. അടുത്തൊരു കുഴി സൂക്ഷിച്ചാണെന്നോ. അതിൻ്റെ ഉള്ളിൽ വീഴാണ്ടിട്ട്. ഗൈസ്, ഈ മരം നോക്കൂ. ചെയ്തോളൂ. ഇവിടെ കാണാൻ വളരെ ആംബിയൻസ് ആണ്. കണ്ടില്ലേ മലകൾ എത്ര മനോഹരമാണ് കാണാൻ. അയ്യോ ഇനി അങ്ങോട്ട് പോണത്തിന് പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപകടകരമാണ്. നമുക്ക് പോണ്ടിരിക്കുന്നതാണ് ബെറ്റർ. പക്ഷെ പോണെന്നൊക്കെ ഉണ്ട്. എന്താണോ സംഭവം? ഇവിടത്തോടെ റബ്ബർ മരങ്ങൾ കഴിഞ്ഞു കേട്ടാ. ഞാൻ റബ്ബർ മരങ്ങൾ മൊത്തം എന്റെ അപ്പാപ്പനെയാണ്. അത് അതോടെ കഴിഞ്ഞു. പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ കാടാണ്. അപ്പൊ നമുക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല. കൊറേ ആയിക്കഴിഞ്ഞാ ചോല ഇറങ്ങും. ചോല വെച്ച വെള്ളം. ഇവിടെ ഇത് കണ്ടോ, ഒരു മനോഹരമായിട്ടൊരു പൂവുണ്ട്. ഇതിന്റെ പേരുണ്ടെങ്കിൽ ഇതിന്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യുക. പിന്നെ എല്ലാ ചെടികളുടെയും പൂവിന്റെ പേരറിയുന്നുണ്ടെങ്കിൽ ഗൈസ്, ഈ പൂ കാണുമ്പോൾ എനിക്ക് ബട്ടർഫ്ലൈനെ പോലെയൊക്കെ തോന്നുന്നത് ഇതെല്ലാം. പിന്നെ ഗൈസ്, ഈ പൂ കണ്ടിട്ട് എനിക്ക് ബട്ടർഫ്ലൈനെ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇവിടെ നിന്ന് നോക്കിയാൽ മലയിൽ നിന്ന് ചോല ഇറങ്ങുന്നത് കാണാം. 2 ചോല ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ 3 കണ്ടു. നോക്കിതാ അവസാനിപ്പിക്കും. എല്ലാരും പോളയാ ചത്തു, അളിയും ചത്തു. ഇത് കണ്ടോ, ഒരു ഇല. അത് ദ്രവിച്ച ആകപ്പാടെ ഒരു മാതിരിയായി. പിന്നെ വള്ളി, ഇത് ഇവിടെ കണ്ട ഒരു കഴിച്ച ചൂഞ്ഞ കാണാൻ പറ്റും. നമ്മൾ അവസാനിപ്പിക്കാൻ പോണ കാരണം ഞങ്ങളിപ്പോ ഇറങ്ങി. എന്താ കാരണം വെച്ചാൽ അന്ന് ബാക്കി പോവാൻ പറ്റില്ല.
എന്തോ പോവാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പോണില്ല ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. Goodbye. ടാറ്റാ. Bye. Ta-ta. ടാറ്റാ.